ഹലോ. ആ ചന്ദ്രനെ നോക്കിയാൽ ചന്ദ്രനയക്കില്ലല്ലേ, കുറേ നേരം കഷ്ടപ്പെട്ട് വരച്ചാട്ടാ. അപ്പോൾ ഇതുപോലൊരു ചന്ദ്രനെ വരച്ചിട്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് തമ്മിൽ ജോയിൻറ്റ് ചെയ്യാം. എന്നിട്ട് അതിന് ചുറ്റിലും മാസ്കിൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുക. എഡ്ജ് വരെ ചുറ്റി കൊടുക്കുക. എഡ്ജ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഷാർപ്പാക്കി കൊടുക്കുക. ക്ലൗഡ്സിനെയും അതുപോലെ കട്ട് ചെയ്തിട്ട് മാസ്കിൻ ടേപ്പ് ചുറ്റി കൊടുക്കുക. ക്ലൗഡിനെ ഫുള്ളായിട്ട് ചുറ്റി കൊടുത്തിട്ടില്ല, ബോർഡറിൽ മാത്രം ചുറ്റി കൊടുക്കുക. ഷേപ്പിൽ എഡ്ജസ് ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് ചുറ്റി കൊടുക്കാം. അങ്ങനെ 2 എണ്ണവും ബോർഡർ ഫുള്ള് ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. 3 വൈറ്റിൽ ഞാനിവിടെ ഗോൾഡൻ മിക്സ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഫുള്ള് വൈറ്റായി പോകണ്ട എന്നുള്ളതിൽ ഞാൻ 3 വൈറ്റിൽ ഗോൾഡൻ മിക്സ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. 2-3 കോട്ട് 3 ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലൗഡിന് ഞാൻ വൈറ്റാണ് ഉദ്ദേശിച്ചത്. പിന്നെ എനിക്ക് തോന്നി പീച്ചടിക്കാമെന്ന്. പീച്ചൊന്ന് ടച്ച് ചെയ്യാൻ നോക്കാം. അങ്ങനെ പീച്ച് ടച്ച് ചെയ്തപ്പോൾ മൊത്തത്തിൽ വൃത്തികേടായ പോലെ തോന്നി. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, ഒന്നും ചെയ്യില്ല, ഏതായാലും തുടങ്ങിയല്ലേ വെച്ച് നിന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈറ്റ് ബോർഡർ കൊടുത്താലും തോന്നുന്നു. അങ്ങനെ വൈറ്റ് ബോർഡർ കൊടുത്തു. ഇതൊന്നും ശരിയായി കിട്ടുന്നില്ല. അപ്പം എന്താ ചെയ്യുക, അങ്ങനെ തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വെച്ച് വൈറ്റ് ബോർഡറൊക്കെ കൊടുത്തൊക്കെ നോക്കി. ശരിയാണ്, എന്തോ ഒരു മെന വരുന്നു. പിന്നെ അടിച്ച വയ്യ പോയി നിന്ന് പോയ വയ്യ അടിക്കാം, എന്തെങ്കിലാട്ടെ. അപ്പോൾ എന്നാലും ചെറിയൊരു സങ്കടം. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്രാഫ്റ്റ് മടുത്ത് വന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ വേണ്ടിയില്ല. പക്ഷെ ചില ക്രാഫ്റ്റ് കാണുമ്പോൾ വാവ്, എഫേർട്ട് എടുക്കാണ്ടെന്ന് എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരുന്നു ഇത്രയൊക്കെ മെനിയ പ്രതീക്ഷിക്കണം ഞാൻ ഉണ്ടാക്കിയത്. എന്നാലും ശരി. അപ്പോൾ ഈ എഡ്ജസ് എല്ലാം ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക, ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. വെറുതെ നമ്മളൊരു സമാധാനത്തിന്. അപ്പോൾ പറഞ്ഞു വന്നത് ക്ലൗഡ് അങ്ങനെ ഒരു വൈക്കായിട്ടുണ്ട്. എന്തെങ്കിലും പറ്റാതിരിക്കില്ല. ഇനി നമുക്കിനി പിങ്ക് കളർ തന്നെ കൊടുത്താലോ? എന്തെങ്കിലും നമുക്കിത് അറേഞ്ച് ചെയ്തു. അത് ഞാൻ വെച്ച് നോക്കി, അത് ഷെൽഫ് പോലെ വെക്കാമെന്ന് വെച്ച്. പക്ഷേ അതെനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. മൊത്തത്തിൽ മൈൻഡ് ഔട്ടാണല്ലോ. അപ്പോൾ സാധാരണ പിക്ചറിലുള്ള പോലെ ക്ലൗഡ് ഒട്ടിച്ചു കൊടുക്കാം. ഒരു ക്ലൗഡ് മാത്രം ഷെൽഫാക്കാമെന്ന് വെച്ച് അങ്ങനെ ഞാൻ തീരുമാനിച്ചു. അത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. മേലത്തത് ക്ലൗഡ് പിക്ചറിലുള്ള പോലെയുള്ള ക്ലൗഡ് ഒട്ടിച്ചു കൊടുക്കുന്നു. താഴത്തത് ഷെൽഫ് പോലെ ഒട്ടിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്കിത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, ഞാൻ ലാസ്റ്റ് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ലാസ്റ്റ് ഞാൻ ക്ലൗഡിൻ്റെ ഫുള്ള് പിങ്ക് കളർ അടിച്ചു. അപ്പോൾ